DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തെ റേഷൻ വിതരണം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. മെയ് മാസം അവസാനിച്ചുവെങ്കിലും മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ജൂൺ 4-ാം തീയതി ബുധനാഴ്ച വരെ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ മെയ് മാസത്തിലെ റേഷൻ ഇനിയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് ജൂൺ 4 ബുധനാഴ്ച വരെ അത് വാങ്ങാവുന്നതാണ്. ജൂൺ 5 വ്യാഴാഴ്ച ജൂൺ മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ ഡാറ്റ ഇപോസ് സംവിധാനത്തിൽ ചേർക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും. അതുപോലെ ജൂൺ 6 വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ പ്രമാണിച്ചും സംസ്ഥാനത്തെ റേഷൻ കടകൾ അവധിയായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർച്ചയായി 2 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഉണ്ടാകുന്നതല്ല. ജൂൺ 7 ശനിയാഴ്ച മുതലായിരിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക എന്നും ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിവസവും ജൂണിലെ വിതരണം ആരംഭിക്കുന്ന ദിനവും അറിയിപ്പിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാസപ്പിറവി കാണാത്തതുകൊണ്ട് കേരളത്തിൽ ബക്രീദ് 7-ാം തീയതി ശനിയാഴ്ചയാണ്. അതിനാൽ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ച മുതൽ ഈ മാസം റേഷൻ വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുമെന്ന് കരുതുന്നു. വന്നാൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ജൂൺ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കുമെന്ന് ഇനി നോക്കാം. ആദ്യമായി അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും ലഭിക്കുന്നതാണ്. അടുത്തത് മുൻഗണനാ വിഭാഗം PHH പിങ്ക് റേഷൻ കാർഡുകാർക്ക് ജൂൺ മാസത്തിൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അടുത്തത് പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇത്തവണ ആർക്കും റേഷൻ മണ്ണെണ്ണ ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ പുതുക്കിയ വിലയായി ലിറ്ററിന് 60 രൂപ നിശ്ചയിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവിറക്കി. പക്ഷേ ഭക്ഷ്യമന്ത്രി ചർച്ചകളിലൂടെ ഉറപ്പു നൽകിയ നിരക്ക് വർധന മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഓഫീസുകൾ നിരസിച്ചതിനാൽ ഡീലർമാർ എണ്ണ കമ്പനികളിൽ നിന്നും സ്റ്റോക്ക് എടുക്കുന്നില്ല. ജൂൺ 30-ന് മുൻപ് സ്റ്റോക്ക് ഏറ്റെടുത്തില്ലെങ്കിൽ വിഹിതം പാഴാകും. ഇതോടെ തുടർച്ചയായി 2-ാം വർഷവും കേരളത്തിൽ മണ്ണെണ്ണ വിതരണം മുടങ്ങുമെന്ന് ഉറപ്പായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിച്ച മണ്ണെണ്ണ വിഹിതം മുഴുവൻ കേരളം പാഴാക്കിയത് വിതരണ മേഖലയിലെ പ്രശ്നങ്ങൾ മൂലമാണ്. വരും ദിവസങ്ങളിൽ വരുന്ന എല്ലാ റേഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.